നമ്മൾ നോക്കുന്നത് നാളെ രാവിലെ 3:54 യാത്ര തിരിച്ച ശേഷമുള്ള ഈ പേടകത്തിന്റെ സഞ്ചാര പദം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. യാത്രാ പദം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഏകദേശം 4 ദിവസത്തോളം 24 മണിക്കൂർ ഭൂമിയെ തന്നെ വലയം ചെയ്യും. അതുകൂടാതെ ഭൂമിയിൽ നിന്ന് അകന്ന് കുറച്ചുകൂടി മാറിയ ശേഷം ചന്ദ്രനെ നിരീക്ഷിക്കുക, അന്തരീക്ഷത്തിൽ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു 4 ദിവസം. 5-ാം ദിവസം ലൂണാർ ഇഞ്ചക്ഷൻ നടക്കും. അതായത് ലൂണാർ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് പുറന്തള്ളി ചന്ദ്രനിലേക്കുള്ള യാത്ര തുടങ്ങും എന്നാണ് അതിൻ്റെ അർത്ഥം. ലൂണാർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അതാണ്. നമുക്ക് ആ ഗ്രാഫിക്സ് ഒന്നുകൂടി നോക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലൂണാർ ഇഞ്ചക്ഷൻ ശേഷം നേരെ യാത്ര തുടങ്ങി ചന്ദ്രനിലേക്ക് പോകും. പിന്നീട് വീണ്ടും ഒരു 4-5 ദിവസമോ അവിടെ തങ്ങിയ ശേഷമാകും. ഗ്രാഫിക്സ് കുറെ കൂടി വ്യക്തതയോടുകൂടി അതിൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അതിൻ്റെ കാര്യങ്ങളുണ്ടാകും. ചന്ദ്രനിൽ ഇറങ്ങുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. ചന്ദ്രനിൽ ഇറങ്ങുമോ എന്നുള്ളത്, ഈ ദൗത്യത്തിൽ യഥാർത്ഥത്തിൽ സഞ്ചാരികൾ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങില്ല എന്നുള്ളതാണ് സത്യം. മറിച്ച് ചന്ദ്രനെ വലം വെച്ച് ഭൂമിയിലേക്ക് തിരികെ ഇറങ്ങുന്നതാണ്. ചന്ദ്രന് തൊട്ടരികെ കൂടെ പോകും. തൊട്ടരികെ എന്ന് പറയുമ്പോൾ ഒരു 4000 മൈൽ എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രയും കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അത് തൊട്ടരികെ എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് ആർട്ടിമിസ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാൻ സാധിക്കാത്തത് എന്നറിയാമോ? ചുരുക്കി പറഞ്ഞാൽ ആർട്ടിമിസിന് 2 അതിന് ശേഷിയില്ലാത്ത ഒരു യാത്രയാണ് എന്നത് യാഥാർത്ഥ്യമാണ്. അവിടെ ഇറങ്ങാൻ, അതൊരു മൂൺ ലാൻഡർ അല്ല. അവിടെ ചെന്ന് ഇറങ്ങാനുള്ള ശേഷിയില്ല. ചന്ദ്രോപരിതലത്തിൽ സ്പർശിക്കാതെ തന്നെ ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നാണ് നാസ പറയുന്നത്. ഒരു കാര്യം കൂടി പറയാം, നമുക്കതിനെ കുറെ കൂടി ലളിതമായി പറഞ്ഞാൽ, നമ്മളൊരു വീടെടുക്കാൻ പോകുന്നില്ലേ? വീടെടുക്കാൻ പോകുന്നതിന് മുൻപ് ആ സ്ഥലം കാണാൻ പോകുന്നില്ലേ? അതാണ് യഥാർത്ഥത്തിൽ ആർട്ടിമിസ് 2 നടക്കുന്നത്. അതായത് മുന്നോട്ടുള്ള വലിയ ദൗത്യത്തിന് മുന്നോടിയായി അവിടെയൊന്ന് പോയി കണ്ടുവരിക എന്നുള്ളതാണ്. ഈ 4 മനുഷ്യർ മാത്രമാണോ പോകുന്നത്? അങ്ങനെയും നമുക്ക് പറയാൻ പറ്റില്ല. നോക്കൂ, സെൻഡ് യുവർ നെയിം ടു ദി മൂൺ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഈ 4 യാത്രികർ മാത്രമല്ല, അവരുടെ കയ്യിൽ ഒരു ഡിജിറ്റൽ ഒരു ഡാറ്റ ആർക്കൈവ് ഉണ്ട്. 56 ലക്ഷം പേരുടെ പേരുകളുണ്ട്. അതൊരു ക്യാമ്പയിൻ ആയിരുന്നു എന്നുള്ളതാണ്. ആ ക്യാമ്പയിൻ്റെ ഭാഗമായി സെൻഡ് യുവർ നെയിം ടു ദ മൂൺ എന്ന് പറയുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി 56 ലക്ഷം മനുഷ്യരുടെ പേര് കൂടി ചേർത്താണ് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നത്. അപ്പോൾ ഈ പോകുന്ന 4 പേര് മാത്രമല്ല, 56 ലക്ഷം പേരുടെ പേരും ഈ ചന്ദ്രനെ ചുറ്റിത്തിരിഞ്ഞ് വരാൻ പോകുന്നു എന്നുള്ളതാണ് സവിശേഷമായിട്ടുള്ള ഒരു കാര്യം. പഠനങ്ങൾ എന്തൊക്കെ എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. വിക്ഷേപണം കഴിഞ്ഞ ആദ്യത്തെ 24 മണിക്കൂർ നേരത്തേക്ക് എല്ലാ സംവിധാനങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഭൂമിക്ക് താരതമ്യേന അടുത്തായി, വളരെ അടുത്താക്കിയും ഈ ബഹിരാകാശ യാത്രികർ നിലകൊള്ളുക. യാത്രയുടെ ആദ്യത്തെ 24 മണിക്കൂറിൽ റോക്കറ്റിന്റെ മുൻഭാഗം അപ്പർ സ്റ്റേജ് ഉപയോഗിച്ച് ഒരു പ്രോക്സിമിറ്റി ഓപ്പറേഷൻസ് ഡെമോൺസ്ട്രേഷൻ നടത്തും. അതായത് ഭാവിയിൽ ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ മറ്റ് പേടകങ്ങളുമായി ബന്ധിപ്പിക്കുമ്പോഴോ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ പരാജയപ്പെട്ടാൽ പേടകം എങ്ങനെ സ്വയം നിയന്ത്രിക്കാം, മാനുവലായി എങ്ങനെ പൈലറ്റിംഗ് പരീക്ഷണം നടത്താം എന്നുള്ളതിന്റെ പരീക്ഷണം നടക്കും. പേടകം മുന്നോട്ട് യാത്ര തുടരുന്നതിനിടെ സഞ്ചാരികൾ തുടർന്നുള്ള ശാസ്ത്ര പരീക്ഷണങ്ങൾ, വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങളും ഒക്കെ ആരംഭിക്കും. ഭൂമിയുടെ കാന്തിക വലയത്തിന് പുറത്ത് യാത്ര ചെയ്യുന്നതിനാൽ ബഹിരാകാശ വികിരണങ്ങൾ എങ്ങനെ മനുഷ്യ ശരീരത്തെ ബാധിക്കുമെന്നുള്ള പഠനമുണ്ട്. അതൊക്കെ പഠിക്കും. അതോടൊപ്പം തന്നെ സമ്മർദ്ദം, ഉറക്കം, ഇതൊക്കെ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാകും. അവിടുത്തെ ഗുരുത്വാകർഷണ ബലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അടിയന്തര വൈദ്യസഹായം എങ്ങനെ നൽകും, CPR നൽകുന്നത് എങ്ങനെ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പോൾ വിശാലമായിട്ടുള്ള ഒരു പഠനം ഒന്നുണ്ട്. ലേസർ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിന്റെ പരീക്ഷണം വളരെ ഒരു കാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പരമ്പരാഗത റേഡിയോ തരംഗങ്ങൾക്ക് പകരം ലേസർ ഉപയോഗിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നതിനുള്ള സാധ്യതകൾ കൂടി തേടും എന്നുള്ളതാണ്. അപ്പോൾ വലിയ ദൗത്യമുണ്ട് ഈ യാത്രയ്ക്ക് എന്നുള്ളതാണ്. 10 ദിനങ്ങളാണ് ഇതിന് നിർണായകമായുള്ളത്. തിരിച്ചിറങ്ങുന്ന ദിവസം സ്പ്ലാഷ് ഡൗൺ ഏതാണ്ട് ഒരു 12-13 ദിവസം എടുക്കും. ഇനി എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വളരെ തിരിച്ചിറക്കം എന്ന് പറയുന്നത്, സ്പ്ലാഷ് ഡൗൺ എന്ന് പറയുന്നത് മറ്റ് ബഹിരാകാശ സഞ്ചാരികളുടെ യാത്ര പോലെയല്ല. കാരണം ഏതാണ്ട് ഒരു 2700 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂടുള്ള അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോഴുണ്ടാകും. അതിനെ മറികടക്കാനുള്ള താപ കവച സംവിധാനങ്ങൾ ഈ പേടകത്തിനുണ്ട്. അതിനെ മറികടന്ന് വളരെ റിസ്ക്കാണ് കടന്നു വരിക എന്നുള്ളത്. അതിനെ മറികടന്ന് വരുന്ന 4 യാത്രികരുടെ മൊമെന്റിനായാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും ഇനി ആർട്ടിമിസ് 3 എന്ന് പറയുന്ന ഒരു ദൗത്യമുണ്ട്. നമ്മൾ അവസാനത്തേക്ക് കിടക്കുകയാണ്. ആർട്ടിമിസ് 3 എന്ന് പറയുന്നത് 2-ന് ശേഷമുള്ളതാണ്. ബഹിരാകാശ ഗവേഷണത്തിൽ ചൈന നമുക്കറിയാം വലിയ അതിവേഗം മുന്നേറുകയാണ്. ചൈനയ്ക്കും തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ ജലസാന്നിധ്യമുള്ള ദക്ഷിണ ധ്രുവത്തിലും ചൈനയുടെ നിയന്ത്രണത്തിലാകുന്നത് തടയുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ചന്ദ്രനിലെ ജലം ഉപയോഗിച്ച് റോക്കറ്റ് ഇന്ധനവും ഓക്സിജനും നിർമ്മിക്കാമെന്നത് ഭാവിയിലുള്ള ദൗത്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ചൊവ്വ ദൗത്യങ്ങൾക്ക് വലിയ സഹായകമാകും.
ബഹിരാകാശ നിയമങ്ങൾ നിശ്ചയിക്കുന്നതിലും സാങ്കേതിക മേധാവിത്വം ഉറപ്പുവരുത്തുന്നതിനും ഒക്കെയായി അമേരിക്ക തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുകയാണ് എന്ന് കൂടി നമ്മൾ അതിൽ കാണേണ്ടി വരും. നാസയുടെ ലക്ഷ്യം ചന്ദ്രൻ മാത്രമല്ല കേട്ടോ, നാസയുടെ ലക്ഷ്യത്തിൽ ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വയിലേക്ക് പോകുമ്പോൾ ഒരു ഇടത്താവളമായി ചന്ദ്രനെ മാറ്റുക എന്നുള്ളത് കൂടി ലക്ഷ്യമാണ്. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവിടെ ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളതാണ്.